ഇന്നത്തെ വീഡിയോ കോഴികൾക്കൊക്കെ അട വെച്ച് കൊടുക്കുന്ന വീഡിയോ ഒക്കെ ആയിട്ടാണ്. അപ്പോൾ 6 കോഴികളെ പൊരുന്നാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പൊരുന്നി കിട്ടിയ 2-3 കോഴികളൊക്കെ വിരിഞ്ഞതൊക്കെ നമ്മൾ സെയിലായിട്ടുണ്ടായിരുന്നു. സെയിലിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ട് അവരൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടും പലവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കോഴിക്കുഞ്ഞുങ്ങളൊക്കെ. അപ്പോൾ ഇവരൊക്കെ വിരിഞ്ഞ് കിട്ടുകയാണെങ്കിൽ, അപ്പോൾ ഇനി ചോദിച്ചവർക്കൊക്കെ ഇത് വിരിഞ്ഞ് കിട്ടുകയാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ 6 കോഴികൾക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്നതിൻ്റെ മുന്നേ ഇതുപോലെ പുകയിലേ അതൊന്ന് പൊടിച്ചിട്ട് അതിട്ട് കൊടുക്കേ, അതല്ലെങ്കിൽ ഇതുപോലെ ഉറച്ചോക്ക ഉറുമ്പിനൊക്കെ ഉപയോഗിക്കണേ അത് അതിൻ്റെ ആ ചോക്കൊന്ന് പൊടിച്ചിട്ട് ആ പൊടി ഒരുത്തിരി എന്താ നമ്മൾ വെച്ച് കൊടുക്കണമെങ്കിൽ അതിലൊന്ന് ഉൾപ്പെടുത്തിയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വിരിഞ്ഞ് വരുമ്പോൾ ചിലപ്പം കോഴിപ്പേനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉണ്ടാവാതിരിക്കുക ഇതുപോലെ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കോഴിപ്പേൻ്റെ ശല്യം ഉണ്ടാവില്ല. അതല്ലെങ്കിൽ നമ്മൾ ചിലപ്പം കോഴിപ്പേനൊക്കെ ഉണ്ടാവും. പിന്നെ ചൂടും കൂടി ആകുമ്പോൾ അധികം വരും. അപ്പോൾ ചിലപ്പം പുകയിലൊക്കെ വെച്ച് കൊടുത്താൽ കാണാം എന്നാലും ഉണ്ടാവണം. കാരണം പുകയിലൊക്കെ ചിലപ്പം വലിയ സ്ട്രോങ് ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇത് ഇട്ടാലധികം ഉണ്ടാവലില്ല. കുറച്ചൊക്കെ ഒന്ന് നന്നായിട്ട് പൊടിച്ചതിൻ്റെ ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. ചെറിയ തരിയൊന്നും ആവരുത്. നന്നായി പൊടിച്ചിട്ട് നമ്മൾ എന്താ വെച്ച് കൊടുക്കണമെങ്കിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ ശേഷം വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിൽ ഉണ്ടാവില്ല. പിന്നെ കോഴിപ്പേനൊന്നും പിന്നീട് ഉണ്ടാവലില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. ഒന്നുകിൽ പുകയിലപ്പൊടി ഇട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ കൂറച്ചോക്ക പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ചിലപ്പോൾ മഞ്ഞളൊക്കെ ഇട്ട് കൊടുത്താലും വരലുണ്ട്. അതുപോലെയൊക്കെ ചെയ്യലുണ്ട്. അതേമാതിരി ശീമക്കൊന്നയില, അതുപോലെ കഴിക്കണ വേപ്പിൻ്റെ ഇല അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെച്ച് കൊടുത്താലും കോഴിപ്പേനൊക്കെ വീണ്ടും ഉണ്ടാവലുണ്ട്. അതുപോലെ വെണ്ണീറിൽ വെച്ചാൽ ഉണ്ടാവില്ല അറിയും. വെണ്ണീറിൽ വെച്ചിട്ടും ചിലപ്പം കോഴിപ്പേനൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഏതിൽ വെച്ച് കൊടുക്കുകയാണെങ്കിലും അതിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വെച്ച് കൊടുക്കുന്ന പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടായി പിന്നെ പുകയിലൊക്കെ എപ്പോഴും പൊടിച്ച് വെച്ചാൽ നമുക്ക് ചിലപ്പം പിന്നെ വിരിഞ്ഞ് വരുമ്പോഴൊക്കെ കോഴിപ്പേനൊക്കെ കാണുകയാണെങ്കിൽ ആ കുട്ടികളൊക്കെ ആക്കണ ആ കൂട്ടിലൊക്കെ ഒന്നും കൂടി ഒന്ന് അതൊന്ന് വിതറി കൊടുത്താൽ മതി. അതിൻ്റെ ശേഷം നമുക്ക് പിന്നെ അതിൽ ഉറച്ചൊക്കെ ഒന്നും ഇടാൻ പറ്റില്ല. കാരണം കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊക്കെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഭക്ഷണത്തിൽ കൂടെയൊക്കെ പോവും. അപ്പോൾ അതിന് നമ്മൾ പിന്നീടൊന്നും ഉറച്ചോക്കൊന്നും പൊടിച്ചതൊന്നും കൂട്ടിലിട്ട് കൊടുക്കരുത് ചെറിയ കുഞ്ഞുങ്ങളാവുമ്പോൾ. വലിയ കോഴികളെ കൂട്ടിലൊക്കെ ഇട്ട് കൊടുക്കുക, അതിന് കുഴപ്പമില്ല. പക്ഷെ അതും കൂട്ടിൽ ഭക്ഷണം വെച്ച് കൊടുക്കണ കൂട്ടിലാണെങ്കിൽ വെച്ച് കൊടുക്കരുത്. അല്ലാത്ത കൂട്ടിലാണെങ്കിലൊക്കെ നമുക്ക് കുറച്ചോക്കയുടെ പൊടിയൊക്കെ ഇട്ട് കൊടുത്താലും പൊടിച്ചിട്ട് കൊടുത്താലും കോഴിപ്പേനൊക്കെ പോവും. നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളുള്ള കോഴിക്കൂട്ടിലൊക്കെ കോഴിപ്പേൻ ഉണ്ടെങ്കിൽ പുകയില പൊടിച്ചെങ്ങാണ്ട് ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല. അല്ലാത്ത വലിയ സ്ട്രോങ് ഉള്ള കുറച്ചൊക്കെ ഒന്നും ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളും ആ ഭക്ഷണത്തിൽ കൂടെയൊക്കെ പിന്നെ കഴിക്കുകയാണെങ്കിൽ അവർക്ക് അസുഖമൊക്കെ വരും ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ വെച്ച് കൊടുത്ത കോഴികളാണ്. ഇപ്പോൾ ഒരു 6 കോഴികൾക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 കാപ്പിരി കോഴികൾ, പിന്നെ വേറൊരു കോഴി, പിന്നെ വേറെ 2 എണ്ണം, അങ്ങനെ 6 എണ്ണമാണ് ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും ഒരു 13 എണ്ണം, അതുപോലെ ഒരു 11 എണ്ണം ആ രീതിയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ കുറച്ചൊരു ഇരുട്ടുള്ള സ്ഥലത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒതുങ്ങി കിടക്കാനും ഇതിനൊക്കെ സൗകര്യം ഉണ്ടാവുക. കുറച്ച് ഇരുട്ടുള്ള റൂമിൽ, പിന്നെ കോഴിക്കൂടിലൊക്കെ ഇനി ഇപ്പോൾ ഇരുട്ടൊക്കെ കുറവാണെങ്കിൽ എന്തെങ്കിലും പുറത്തൊരു മറവൊക്കെ വെച്ച് കൊടുത്താൽ മതി, ചാക്ക് കൊണ്ടൊക്കെ. അപ്പോൾ ഇതിൽ 2 പേരാണ് കിടക്കണത്. പിന്നെ ഒരുമിച്ച് തന്നെ എല്ലാവരും കൂടി ഒരു കൂട്ടിലൊന്ന് വെച്ച് കൊടുത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കിടക്കും, അങ്ങനെയൊക്കെ ചെയ്യും കുട്ടികൾ വിരിച്ച് തുടങ്ങിയാൽ. അപ്പോൾ ഒരുപാടെണ്ണം ഒരിടത്ത് തന്നെ വെച്ച് കൊടുക്കരുത്. 1-2 എണ്ണമൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെയൊക്കെ വേറെ സെപ്പറേറ്റ് അങ്ങനെ വെച്ച് കൊടുക്കണതാണ് നല്ലത്. ഇതൊക്കെ ഇപ്പോൾ ഇതുപോലെ അങ്ങനെ ഓരോ കൂടിൻ്റെ ഇടയിൽ ചെറിയ കമ്പിയുള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോഴികൾ പോവില്ല. ഇതൊക്കെ കുഞ്ഞുങ്ങളാക്കണ കൂട് തന്നെയാണ്. ആ കൂട്ടിൽ തന്നെയാണ് കോഴികളെ പൊരുന്നാൻ വെച്ച് കൊടുക്കുക. പിന്നെ ഇവിടെ തന്നെയാണ് ഈ ചെറിയ കുഞ്ഞുങ്ങളാവുമ്പോൾ വിരിഞ്ഞ് വന്നാൽ അവരെ ഈ കൂട്ടിൽ തന്നെ ആക്കി കൊടുക്കും ചെയ്യുക. അല്ലാതെ നമ്മൾ ഈ വലിയ കൂട്ടിൽ വലിയ കോഴികളെ കൂട്ടത്തിലൊന്നും നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെയും കോഴീനെയൊന്നും ആക്കരുത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും വേഗം അസുഖമൊക്കെ വരും. അവരെ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഇവർ കഴിച്ചിട്ടും അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതിന് നമ്മൾ ഇവരൊക്കെ പൊരുന്നി വെക്കണോടത്തും അല്ലെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളാക്കാനൊക്കെ വേറൊരു കുറച്ച് ചെറിയ സ്ഥലത്ത് വേറെ ആക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ല വലിയ കോഴിക്കൂട്ടിൽ വലിയ കോഴികളെ കൂട്ടത്തിൽ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെയും കൂടി ആക്കരുത്. അപ്പോൾ അവർക്ക് വേഗം പെട്ടെന്ന് അസുഖമൊക്കെ വരാനും സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ പൊരുന്നി വെക്കണോടത്തൊക്കെ ഒരു കുറച്ച് വെള്ളം കൂടി അവർക്ക് അവിടെ വെച്ച് കൊടുക്കും. അത് പിന്നെ അഥവാ നമ്മൾ അവർ പുറത്തിറങ്ങാൻ എണീക്കണ സമയത്ത് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലൊക്കെ അവർക്കൊന്ന് കുടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ കുറച്ച് മുൻപായിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. കോഴിയെ പൊരുന്നാനൊക്കെ വെച്ചതിൻ്റെ ശേഷം രാവിലെ നമ്മൾ പുറത്തൊക്കെ വിടുമല്ലോ, അവരൊക്കെ തുറന്നു കൊടുത്തിട്ട് പിന്നെ ആ കൂട് അടച്ചിട്ടുണ്ടായിരുന്നില്ല. തിരിച്ച് കയറിയതിൻ്റെ ശേഷം കൂട് അടച്ചിട്ടുണ്ടായിരുന്നില്ല. കൂട് അടക്കണതിൻ്റെ മുൻപ്
പിന്നെ കീരി കയറിങ്ങാണ്ട് ആ കോഴീനെ പിടിച്ചു. അതിൻ്റെ കഴുത്തിന് തന്നെ പിടിച്ച കാരണം അത് പെട്ടെന്ന് ചാവും ചെയ്തു. വന്ന് നോക്കിയപ്പോഴത്തേന് തന്നെ അത് ചത്തു പോവുകയും ചെയ്തു. പിന്നെ അതിൻ്റെ ആ മുട്ടയൊക്കെ ബാക്കിയായിരുന്നു. ആ മുട്ട വിരിയാനായിട്ടുണ്ടായിരുന്നു. ഒരു 2-3 ദിവസം അത്രയൊക്കെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ഇവിടെ ഉള്ളൊരു ഇൻക്യുബേറ്ററിൽ കൊടുന്ന് വെച്ചു. പക്ഷേ ഈ ഇൻക്യുബേറ്ററിൽ അങ്ങനെ ഒരു വിരിയാത്തതായിരുന്നു. ഒക്കെ വെച്ച് കൊടുത്താലും വിരിയാത്തതുകൊണ്ട് പിന്നെ അതിൽ തീരെ മുട്ട വെക്കലില്ല. എന്നാലും പിന്നെ ഒരു ലൈറ്റൊക്കെ ഇട്ട് അഥവാ വിരിയാണെങ്കിലോ എന്ന് കരുതിയിട്ടൊന്ന് വെച്ച് കൊടുത്തതായിരുന്നു. അതിൽ പിന്നെ പക്ഷേ ഒന്ന് മുഴുവൻ വിരിഞ്ഞ് കിട്ടിയില്ല. ആദ്യം ഒന്ന് ഒക്കെ ഇങ്ങനെ പൊട്ടി നിൽക്കും. ആദ്യമായി ഇൻക്യുബേറ്ററിനുള്ള പ്രശ്നം അതുതന്നെയായിരുന്നു. മുട്ട ഇങ്ങനെ പൊട്ടിയിട്ട് നിൽക്കും, പക്ഷെ അങ്ങോട്ട് വിരിഞ്ഞ് വരില്ല. ആ രീതിയിലായിരുന്നു. അങ്ങനെ അതിൽ ഒരെണ്ണം അതുപോലെ വിരിഞ്ഞ് കിട്ടി. ബാക്കിയുള്ളതൊക്കെ മുട്ട പൊട്ടിയിട്ട് ഇങ്ങനെ അതിൽ ഉള്ളിൽ കുഞ്ഞുങ്ങളിങ്ങനെ കരയുന്നുണ്ട്, പക്ഷേ പുറത്തോട്ടാവില്ല. ആ രീതിയിലായിരുന്നു. അപ്പോൾ അത് പിന്നീട് നമ്മൾ കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ആരോ എന്നോട് മെസ്സേജ് ഇട്ടിരുന്നു. അപ്പോൾ അത് ഒന്ന് വിരിഞ്ഞത് ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതേപോലെ ഒന്നും വിരിഞ്ഞില്ല. അതിന് ഒരു 2-3 ഞാൻ പൊട്ടിച്ചെടുത്തു കൊടുത്തു. ഇങ്ങനെ ഇതുപോലെ നിൽക്കുകയാണ്. അതിലൊക്കെ കുഞ്ഞുങ്ങളുണ്ട്. എല്ലാത്തിലും കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരെണ്ണത്തിലല്ലാത്തൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പിന്നെ നമുക്കൊരു 4 കുഞ്ഞുങ്ങളെ കിട്ടി. ഇതൊന്ന് മാത്രം അതിൽ നേരം പോലെ പൊട്ടി വിരിഞ്ഞ് അതിൽ കണ്ടു. ബാക്കിയുള്ള ഒന്നും വിരിഞ്ഞില്ല. ഈ കുഞ്ഞ് പിന്നീട് ചാവും ചെയ്തു. പിന്നെ ബാക്കി ഒരു 4 എണ്ണത്തിന് ഞാൻ പൊട്ടിച്ചു കൊടുത്തു. പതുക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് 4 എണ്ണം വിരിഞ്ഞ് കിട്ടി. പിന്നെ അതിൽ തന്നെ ഒരെണ്ണത്തിന് കാലിനൊരു പ്രശ്നമാവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ചിലതങ്ങനെ നമ്മൾ പൊളിച്ചു കൊടുത്താൽ പിന്നെ ചിലതിനൊക്കെ ഒരു അംഗവൈകല്യമായിട്ട് വരലുമുണ്ട്. അപ്പോൾ ആ രീതിയിലായി. പക്ഷേ അതിൽ വേറെ 3 എണ്ണത്തിന് കുഴപ്പമില്ല, നല്ല ഉഷാറായി. ഈ കറുപ്പ് കുഞ്ഞ് പിറ്റേ ദിവസം തന്നെ ചത്തുപോയി. അതെന്തുകൊണ്ടാണെന്നറിയില്ല. പിന്നെ വേറെ 3 എണ്ണം വിരിഞ്ഞ് കിട്ടിയതുമായി. ഈ 3 എണ്ണം വിരിഞ്ഞ് കിട്ടി. പിന്നെ ഒന്നും കൂടി ഒരു ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരെണ്ണം കൂടി വിരിഞ്ഞു. അങ്ങനെ 4 എണ്ണം. 4ാമത്തേന് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 4 കുഞ്ഞുങ്ങളെ വിരിഞ്ഞ് കിട്ടിയത്. അതാരോ ചോദിച്ചിരുന്നു, പിന്നീട് നിങ്ങൾ ആ വീഡിയോ ഇട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതിലൊന്ന് ഉൾപ്പെടുത്തിയ വീഡിയോ ഉണ്ടായിരുന്നു എടുത്തത്. പക്ഷേ നമുക്ക് പിന്നെ ഓരോ പ്രശ്നങ്ങളായിട്ട് പിന്നെ ഇടാൻ വൈകിപ്പോയതാണ്. അപ്പോൾ ഇതിൽ ഒരു കുഞ്ഞും കൂടി വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വിരിഞ്ഞ വീഡിയോ ഇതിൽ കാണാനില്ല. അതുകൊണ്ട് പിന്നെ അത് ഇടാൻ അങ്ങനെ 4 കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിരുന്നു. ഇത് ഞാൻ പൊട്ടിച്ചെടുത്തതായിരുന്നു. പതുക്കെ പൊളിച്ചു കൊടുത്ത് അങ്ങനെ അവരെ 4 കുഞ്ഞുങ്ങളെ കിട്ടി. അതിലൊരു പുള്ളിക്കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെയാണ് കാലിനൊരു പ്രശ്നമായത്. ഇതിൽ ഒന്ന് കാപ്പിരി കുഞ്ഞായിരുന്നു. ബാക്കി 2 എണ്ണം ഒന്ന് കാല് ഉയരം കുറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു കുറുകാലി കോഴി, അങ്ങനത്തെ കോഴി അതുമാണ്. മറ്റേത് 2 എണ്ണം അങ്ങനെ 4 കുഞ്ഞുങ്ങളെ കിട്ടിയത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇത് പൊളിച്ചു കൊടുത്താൽ ചിലതൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ചിലതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമായിട്ട് കാണാം. പിന്നെ ചിലപ്പം ചത്തുപോകും, ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമായിട്ട് ആ രീതിയിൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതിലങ്ങനെ ഒരു 4 എണ്ണത്തിന് നമുക്ക് കിട്ടി. അപ്പോൾ അതുപോലെ നമ്മൾ പൊരുത്താനൊക്കെ വെച്ച് കൊടുത്താൽ തിരിച്ച് കയറിയിട്ടില്ലെങ്കിലും കയറിക്കഴിഞ്ഞാലൊക്കെ വേഗം കൂടൊക്കെ അടച്ചു കൊടുത്തോണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ രീതിയിലൊക്കെ ഉണ്ടാവും. പിന്നെ പൊരുന്നാൻ വെച്ച കോഴികളൊക്കെ നമ്മളൊരു ഒന്നരാടം ഓരോ ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒന്നരാട ദിവസം ഒന്ന് തുറന്നു കൊടുക്കുക. അത് ആദ്യം തന്നെ തുറന്നു കൊടുക്കുക, മറ്റുള്ള കോഴികളൊക്കെ വിടുന്നതിൻ്റെ മുൻപ്. എന്നാൽ അവർക്ക് നേരം പോലെ ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് തിരിച്ച് കയറാനും പറ്റും. മറ്റേ ഒന്നിച്ച് വിടുമ്പോൾ മറ്റേ പൂവൻ കോഴികളൊക്കെ അവരെ പിന്നാലെ ഓടിച്ചിട്ടും അവർക്ക് നേരം പോലെ ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല. പിന്നെ ആ കൊടുക്കണ വെള്ളത്തിൽ തന്നെ വിറ്റാമിൻ മരുന്നൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇവിടെ വിമറാളും ഇതൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ അവർക്ക് വെള്ളമൊക്കെ കുടിക്കാൻ കൊടുക്കുക. അല്ലെങ്കിൽ ഗ്രോയിപ്ലക്സ് അങ്ങനെ എന്തെങ്കിലും. കാരണം അവർ പൊരിഞ്ഞ് കിടക്കുമ്പോൾ തന്നെ അവർക്കൊരു ക്ഷീണോ ഇതൊക്കെ ആവുമല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള ക്ഷീണമൊക്കെ മാറാനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് കുടിക്കണ വെള്ളത്തിൽ ഒഴിച്ച് വെച്ച് കൊടുക്കുകയും ചെയ്യാം. പിന്നെ എന്തായാലും ഇപ്പോൾ ഈ ചൂടൊക്കെ ആകുമ്പോൾ പുറത്തോട്ട് അവർ ഒന്നരാടം തുറന്നു കൊടുത്ത് പുറത്തേക്ക് വിടുക തന്നെ വേണം. എന്നാൽ തന്നെ അവർക്ക് മേലൊക്കെ ഒന്ന് മണ്ണിലൊക്കെ കുളിച്ചൊക്കെ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായി വരുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഒരു കുറുകലൊക്കെ കാണാം. അപ്പോൾ അതിനൊക്കെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് മൃഗാശുപത്രിയിൽ നിന്ന് ഒരു മരുന്നൊക്കെ തരുന്നുണ്ട്. ഞാൻ ആ മരുന്നാണ് അവർക്ക് കൊടുക്കൽ. ചെറിയ കോഴികളിങ്ങനെ പൊരിഞ്ഞ് കിടക്കുമ്പോൾ കാണാം ഒരു കുറുകണ സൗണ്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ അത് പറഞ്ഞു കൊടുത്താൽ അവരതിനുള്ള മരുന്നൊക്കെ അവർ തരലുണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ ആ കോഴികൾ, ഈ 4 കോഴികളാണ്. അതിൽ ഇതിൻ്റെ കാലിനാണ് ഈ പ്രശ്നം. ഇതൊരു പുള്ളിക്കോഴിയൊക്കെയാണ്, പക്ഷേ ഇതിൻ്റെ കാലിനൊരു തളർച്ച പോലെ, ഒരു കാലുകൊണ്ട് അതിങ്ങനെ വരെ പിന്നാലെ നടക്കും. അപ്പോൾ ഇതിപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാതെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരികയാണ്. അതാണ് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നത്. അവർക്ക് ഈ പിന്നെ തള്ളയുടെ ഒപ്പമല്ലാതെ നമ്മളെ പിന്നാലെ നടന്ന് ശീലമായിട്ട് നമ്മളെ കാണുമ്പോഴത്തേ നമ്മളൊപ്പം നടക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.